എറണാകുളം ഉദയംപേരൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന് നടു റോഡിൽ രക്ഷകരായി 3 യുവ ഡോക്ടേഴ്സ്. ശ്വാസമെടുക്കാൻ കഴിയാതായ ലിനുവിൻ്റെ കഴുത്തിൽ നടു റോഡിലെ വെളിച്ചത്തിൽ മുറിവുണ്ടാക്കിയാണ് ഡോക്ടേഴ്സ് ശ്വാസഗതി തിരികെ പിടിച്ചത്. ബ്ലേഡും സ്ട്രോയുമായിരുന്നു ഡോക്ടേഴ്സായ മനൂപിൻ്റെയും തോമസ് പീറ്ററിൻ്റെയും ദിദിയ കെ തോമസിൻ്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ഉദയംപേരൂർ വലിയ കുളത്തുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലം സ്വദേശി ലീനു മരണത്തെ മുഖാമുഖം കണ്ട സമയം. ചോരയിൽ കുളിച്ച് ശ്വാസം കിട്ടാതെ പിടയുന്ന ആ യുവാവിനെ രക്ഷിക്കാൻ അവിചാരിതമായി അവിടെ എത്തിയ 3 ഡോക്ടർമാർ ഒരുപോലെ പരിശ്രമിച്ചു. നടുറോഡ് ഒരു ഓപ്പറേഷൻ തിയേറ്ററായി. ബ്ലേഡും സ്ട്രോയും ഉപകരണങ്ങളായി. നടന്നത് സമാനതകളില്ലാത്ത ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം. സാറ് തന്നെ പറഞ്ഞു, നമ്മൾ അവിടെ നിന്ന് തന്നെ തീരുമാനം എടുത്തു. ഒരു പ്രോപ്പർ ട്രയാജിങ് പോലെ എല്ലാം സെറ്റ് ചെയ്തു. ഒരു ട്രോമാ കെയർ അവിടെ സെറ്റാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അവിടുത്തെ പോലീസുകാരുണ്ടായിരുന്നു, അവരുടെ സപ്പോർട്ട് ചോദിച്ചു അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്താലും കുഴപ്പമില്ല ഡോക്ടർ ചെയ്തോളൂ, ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം. നമുക്ക് ലൈറ്റ് സോഴ്സ് കുറവാണ്. എല്ലാവരോടും ഫോൺ ഓണാക്കി അവരുടെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ പറഞ്ഞു. എല്ലാവരും അവരുടെ ഫ്ലാഷ് ഓണാക്കി ആ മൊബൈലിൻ്റെ ഫ്ലാഷിലാണ് നമ്മൾ ആ പ്രൊസീജിയർ അവിടെ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയാക് ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപ്, ഡോക്ടർ തോമസ് പീറ്റർ, ഭാര്യ ഡോക്ടർ ദിദിയ കെ തോമസ് എന്നിവർ ചേർന്നാണ് ലിനുവിനെ രക്ഷിച്ചത്. തോമസ് പീറ്ററും ദിദിയയും ആൾക്കൂട്ടം കണ്ട് വാഹനം നിർത്തുകയായിരുന്നു. ഡോക്ടർ മനൂപ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ലിനുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം അവരും ചേർന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം ഡോക്ടർ മനൂപ് തന്നെയാണ്. പേഷ്യന്റിന് മരണത്തിലേക്കുള്ള സാധ്യത വളരെ അടുത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഓപ്പൺ ആയിട്ടൊരു പബ്ലിക് പ്ലേസിൽ വെച്ച് ചെയ്യുന്നതല്ല. ഇതൊരു എമർജൻസി റൂമിലോ അല്ലെങ്കിൽ ഒരു റോട്ടിലോ വെച്ച് ചെയ്യേണ്ടതാണ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ പല ക്രിറ്റിസിസം ഉണ്ടാവും. അടിയന്തര ചികിത്സ നൽകി ഉടൻ തന്നെ വെൽകെയർ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടേഴ്സിന് എല്ലാ തരത്തിലുള്ള സഹായവുമായി നാട്ടുകാരും ഉദയംപേരൂർ പോലീസും കൂടെ നിന്നു. ഇത് കേരള മോഡൽ. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാന നിമിഷവും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.